വില്ലനെ പോലെ ഇരിക്കുന്നതല്ല. പൊളിപ്പടം, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് ലെവൽ ഫീലാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ലാലേട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്ന് പറഞ്ഞാൽ ലൂസിഫറിനെക്കാട്ടി ബെറ്ററാന്ന് വെച്ചാൽ ലൂസിഫറും എമ്പുരാനും വേറെ ഡയറക്ഷനാണ്, മനസ്സിലായത്. പക്ഷേ പൃഥ്വിരാജ് 3 പടമേ അത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നിട്ട് നല്ല ഡയറക്ഷനായിട്ടാണ് ചെയ്തേക്കുന്നത് പൃഥ്വിരാജ്. ഇത് ഉറപ്പായിട്ടും 200 കോടിയെങ്കിലും മാക്സിമം അടിച്ചിരിക്കും. കൊള്ളാം, നല്ല സിനിമയാണ്. കണ്ടിട്ടുണ്ടാവും. കൊള്ളാം, നല്ല സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. എല്ലാവരും പെർഫോമൻസ് കൊള്ളാം. എല്ലാവരും പെർഫോമൻസ് കൊള്ളാം, അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് ഡയറക്ഷനാണ് സൂപ്പറായിരുന്നു. തോന്നിയായിരുന്നു. സെക്കൻഡ് ഹാഫിന് ശേഷം അങ്ങനെ തോന്നിയായിരുന്നു. സൂപ്പർ സിനിമയായിരുന്നു. ഫൈറ്റ് സീനൊക്കെ സൂപ്പറായിരുന്നു. മറ്റേ ജംഗിൾ ഫൈറ്റ് മോഹൻലാൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് നല്ലൊരു ഫൈറ്റ് സീനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൊള്ളാം. ക്യാമറ വർക്കൊക്കെ സൂപ്പർ ബീജമൊക്കെ സൂപ്പർ. ഹോളിവുഡ് ഫീൽ വന്നിട്ടുണ്ട്. കൊള്ളാം, ഓവറോൾ കൊള്ളാം. വെൽത്തിലേക്കായിട്ട് വെയിറ്റിംഗ് ആണ്. നല്ല സിനിമയാണ്. ലൂസിഫറിനെക്കാട്ടിലും രണ്ട് രീതിയാണ്, പക്ഷേ രണ്ടും കൊള്ളാം. സെക്കൻഡ് ഹാഫാണ് ജംഗിൾ ഫൈറ്റ് ഉള്ളായിരുന്നു. അങ്ങനെ കുറേ ഇത് ക്യാമിയോ കുറവാണെങ്കിലും വന്നല്ല ഉണ്ടാക്കി, തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പിന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കഥ വെക്കുന്നത്. നമ്മളൊരു ഇത് കൊടുക്കും, പക്ഷേ അതായിരിക്കും നടക്കുന്നത്, ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. തിയേറ്റർ വെച്ചാൽ മസ്റ്റായിട്ട്, ഇല്ലെങ്കിൽ പിന്നെ തിയേറ്റർ തന്നെ കാണണം. പിന്നെ നമ്മൾ ഡീഗ്രേഡ് കേട്ടോണ്ടെന്ന് നമുക്ക് പടം ഇഷ്ടപ്പെടില്ല. നെഗറ്റീവ് നമ്മൾ കേട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല പടം. നമ്മൾ അത് കേൾക്കാതെ പോസിറ്റീവായിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പടം നമുക്ക് ഇഷ്ടപ്പെടും കംപ്ലീറ്റ് ആയിട്ട്. കാരണം പൃഥ്വിരാജ് മേക്കിംഗ് മെയിനായിട്ട് പറയാനുള്ളതാണ്. നമുക്ക് തോന്നിപ്പോയി മലയാള സിനിമയാണ് ഉദ്ദേശിക്കാൻ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ നല്ല പടമായിരുന്നു. ഹൈപ്പ് കൊടുത്ത അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും കൊള്ളാം, നല്ല വാച്ചബിളാണ്. തിയേറ്റർ വാച്ചബിൾ പടമാണ്, നല്ല പടമാണ്. കാണാം, അടിപൊളിയായിരുന്നു. ഡയറക്ഷനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നല്ല പടമാണ്, കണ്ടുകൊണ്ടിരിക്കുക. പെർഫോമൻസ് പൃഥ്വിരാജൊക്കെ അടിപൊളി. പിന്നെ മഞ്ജു വാര്യരൊക്കെ സൂപ്പറായിരുന്നു. മോഹൻലാലായാലും എല്ലാവരും അടിപൊളിയായിരുന്നു, ഒന്നിനൊന്നും വെച്ചായിരുന്നു. ഏതാ അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ രോമാഞ്ചിഫിക്കേഷൻ സൂപ്പറായിരുന്നു. ജംഗിൾ ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മഞ്ജുചേച്ചി എങ്ങനെയുണ്ട് ഇതില്? അടിപൊളിയായിരുന്നു. ജംഗിൾ ഫൈറ്റ് കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? അതിനകത്ത് ലൂസിഫറിൻ്റെ ഫസ്റ്റ് 2 ഹാഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എമ്പുരാൻ്റെ ഫസ്റ്റ് ഹാഫ് ആവുന്ന സമയത്ത് അതിനകത്ത് പുതിയ ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു പേസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് ആ പേസ് പിക്കാവുന്നുണ്ട്. ഓവറോൾ നല്ല മൂവിയാണ്. മേക്കിംഗ് വളരെ നല്ലതാണ്. വിഷ്വൽസ് ഭയങ്കര നല്ലതാണ്, വേൾഡ് ക്ലാസ് ആണ്. പല സ്ഥലത്തും ഒരു സീനിൽ മാത്രമേ ഒരു CGI ഫീൽ ചെയ്തുള്ളൂ. അല്ലാതെ എല്ലാ സ്ഥലത്തും മേക്കിങ്ങിനകത്ത് കാശ് പോയിട്ടുണ്ടെന്നുള്ളത് എവിഡൻ്റ് ആണ്. DOP ക്യാമറ വളരെ നന്നായിട്ടുണ്ട്. BGM ചില സ്ഥലത്ത് ഇമ്പ്രൂവ് ആവാം എന്ന് തോന്നി. ഒരു സോങ്ങും കുറച്ച് ലെഡ് ഡൗൺ ആയും തോന്നി. അല്ലാതെ സിന്ദ സോങ്ങും അതിന് മുന്നത്തെ ആദ്യത്തെ സോങ്ങും കുറച്ചും കൂടെ ബെറ്റർ ആവാൻ തോന്നി.